ജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. രാമജന്മഭൂമി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എന്ന് കൂട്ടി വായിക്കാൻ അറിയാത്ത പട്ടിണി പാവങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ഹിന്ദുക്കളുടെ രക്തത്തെ തിളപ്പിച്ചിട്ട് രാജ്യത്തിന്റെ മണ്ണില് ഗാലൻ കണക്കിന് ചോരപ്പുഴ ഒഴുക്കിയിട്ട് മനുഷ്യരുടെ കബന്ധങ്ങൾ കുന്നുകൂട്ടിയിട്ട് ബാബറി മസ്ജിദിന്റെ പേരില്, രാമജന്മഭൂമിയുടെ പേരില് അവർ ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് വന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അജിത് കുമാർ ആസാദ് എന്ന ഹൈന്ദവനും ശ്രീരാമ ഭക്തനാണോ? അഭിമാനത്തോടെ ഞങ്ങൾ പറയും, അത് BJP-കാരന്റെ ശ്രീരാമനല്ല, അത് RSS-കാരന്റെ ശ്രീരാമനല്ല. ശ്രീരാമനെ കുറിച്ച് അറിയില്ല. എന്നിട്ട് ശ്രീരാമചന്ദ്രന്റെ പേരില് പാവപ്പെട്ട ഉത്തരേന്ത്യയിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭൂരിപക്ഷ സീറ്റുമായിട്ട് വന്നിട്ട് അധികാരത്തിലേക്ക് കയറിയിരിക്കുന്നു. ഓരോ തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോ പുതിയോരോ ഇണ്ടാസ് വരും. ഒരിക്കൽ വന്നു ബാബറി മസ്ജിദ്, അതോടുകൂടി അധികാരത്തിലേക്ക് വന്നു. നാളെ ഒരു കാലത്ത് ഈ ഭാരതത്തിന്റെ ചരിത്രം, ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ചരിത്രം ഒരിക്കൽ കൂടി ഒന്ന് എഴുതാൻ അജിത് കുമാർ ആസാദിനെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ എഴുതുക ബാബറി മസ്ജിദിന് മുൻപുള്ള ഇന്ത്യ, ബാബറി മസ്ജിദിന് ശേഷമുള്ള ഇന്ത്യ. ബാബറി മസ്ജിദിന് മുൻപുള്ള ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു, ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിച്ച ഈ ഇന്ത്യ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മനുഷ്യരുടെ ഹൃദയങ്ങൾ തമ്മിൽ അകലാൻ തുടങ്ങി. അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി അധികാരത്തിലേക്ക് കയറി. ബാബറി മസ്ജിദ് ശ്രീരാമ ജന്മഭൂമി പ്രശ്നം. ശരി, അമ്പലം പണിതു. അജിത് കുമാർ ആസാദ് അടങ്ങുന്ന ഈ രാജ്യത്തെ ഹൈന്ദവന് അവിടെ ഒരു ക്ഷേത്രം പണിതത് കൊണ്ട് എന്തു ഗുണമാണ് ഉണ്ടായത് എന്ന് ഈ BJP വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പൊ പറയും സുപ്രീം കോടതിയുടെ വിധി. ആ വിധിയിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി വിശ്വസിക്കുന്നില്ല. രാജ്യത്തെ പരമോന്നത കോടതിയാണെങ്കിൽ പോലും ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയത്തിൽ എടുത്ത നിലപാട് അത് ശരിയായിരുന്നില്ല എന്ന് ചങ്കൂറ്റത്തോടു കൂടെ പറയാൻ മഹദനി ത്രസിപ്പിച്ചു വിട്ട രക്തത്തിന്റെ ഉടമകളായ PDP-കാരന് സാധിക്കും. കാരണം ബാബറി മസ്ജിദ് യഥാസ്ഥാനത്ത്, യഥാകോലത്തിൽ, യഥാരൂപത്തില് എന്ന് പുനർനിർമ്മിക്കുന്നുവോ അന്നേ ഇവിടുത്തെ മുസ്ലിം ജനതയ്ക്ക്, ഇവിടുത്തെ മതേതരവാദികൾക്ക് നീതി കിട്ടൂ എന്ന ഉറച്ച വിശ്വാസം, ഉറച്ച പ്രഖ്യാപനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക.